നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ? മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് ചിക്കൻ്റെ മീറ്റ് 1 കിലോയും 200 ഗ്രാമും എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ മസാലയാണിത്. ഇനി ഒരു 6 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 to 5 തണ്ട് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈക്ക് തന്നെ നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. മിനിമം നമ്മൾ 2 മണിക്കൂറെങ്കിലും ഇത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാവുള്ളൂ. കഴിവതും കൈകൊണ്ട് തന്നെ മസാലയും ചിക്കനും കൂടെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിക്കൻ നമ്മൾ ഒരുപാട് രീതികളിൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ ചിക്കൻ്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 300 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈക്ക് കഴിവതും കൊച്ചുള്ളി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ഫ്രൈയുടെ ടേസ്റ്റ്. കൂടെ തന്നെ ഒരു അരമുറി തേങ്ങാക്കൊത്തും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 15 വറ്റൽമുളക് വട്ടത്തിൽ കണ്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് കണ്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേ കൂട്ട് ഒന്ന് തപ്പിപ്പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 മണിക്കൂർ മുമ്പ് മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ മൂടി വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒരു 70% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പം ഈ വെള്ളം നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടുന്നതാണ്. തുറന്ന് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് പതുക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടിന്യൂസ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് വറുത്ത് എടുക്കും. ഇതേപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്ന ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കഴിവതും എല്ലാവരും
ചെറിയ ഫ്ലെയിമിലിട്ട് പതുക്കെ സമയമെടുത്ത് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 4 to 5 തണ്ട് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വയംഭൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.